ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ, അതായത് താൻ ഇങ്ങനെയാവാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ട് ഷാരിയോട്. അതുപോലെ തന്നെ തൻ്റെ മകൾ, അതായത് ഷാരിയുടെ പേരക്കുട്ടി എന്ന് പറയുന്ന കൺമണിയുടെ കളിച്ചിരികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തൻ്റെ മനസ്സ് ഒന്ന് കുഞ്ഞിലേക്ക് വല്ലാതെ അടുത്തു പോവുകയാണ്, കുഞ്ഞിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് തുറന്നു പറയുകയാണ് മനോഹർ. എന്തായാലും അവനെ സരയുവിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ തന്നെയാണ് രാഹുലും ഷാരിയും അതിനു വേണ്ടി ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ അവളുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റുക തന്നെ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും സഹകരിച്ച് അവനെ കുറച്ച് പണം കൊടുത്ത് അവനെ സരയുവിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ അവൻ മുങ്ങുന്നുണ്ട്. അതേ സമയത്ത് സരയു ഒന്നും അറിയുന്നില്ല. സരയു ഒരു ദിവസം മനോഹറിനെ കാണാനില്ല എന്നൊരു വാർത്തയാണ് എത്തുന്നത്. അതോടുകൂടി സരയു ആകെ തകർന്നു പോകുന്നുണ്ട്. എവിടെ പോയി എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ്. അതിനുശേഷമാണെങ്കിൽ താരയാണ് തൻ്റെ അമ്മ എന്നും കൂടി മനസ്സിലാക്കുകയാണ്. പിന്നെ തന്നെയല്ല, തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയോട് ചെയ്ത ക്രൂരതകളും അതുപോലെ തന്നെ മനോഹർ എങ്ങനെയുള്ള ആളായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സരയു അറിയുകയാണ്. അങ്ങനെ സരയുവിനെ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. താൻ ഇത്രയും നാൾ അഹങ്കരിച്ചത് അതൊരു പൊട്ടത്തെറ്റായിരുന്നു എന്നും അതുപോലെ തന്നെ കിരണോടും കല്യാണിയോടൊക്കെ മത്സരിച്ചത് അവരിതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഇത്രയും നാളും കളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ സ്വയം തോന്നി തുടങ്ങുകയാണ് സരയുവിന്. അതുപോലെ തന്നെ ഇനി എന്തിനു ജീവിക്കണം, തൻ്റെ മകൾക്ക് ഒരച്ഛനില്ല, അതുപോലെ തന്നെ തൻ്റെ ജീവിതവും പെരുവഴിയിലായ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നു എന്ന് തോന്നിയ സരയു ആ ഒരു കടുങ്കൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവൾ ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ കെട്ടിത്തൂങ്ങാൻ തന്നെ കയറൊക്കെ കുരുക്കിട്ട് അതില് കഴുത്തിങ്ങനെ വെക്കാൻ പോകുന്ന സമയത്താണ് ഷാരിയും അതുപോലെ തന്നെ നമ്മുടെ രാഹുലും ഓടിയെത്തുന്നത്. പോലെ രൂപയും വരുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവർ രണ്ടുപേരും മകളോട് മാപ്പ് പറയുകയാണ്. അച്ഛൻ ചെയ്ത തെറ്റിനും അമ്മയും മാപ്പ് പറയുന്നുണ്ട്. ഇനി മോളിങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ആന്റിയും അവളെ ശാസിച്ച് അങ്ങനെ അവളെ ആത്മഹത്യയിൽ നിന്നും താഴെ ഇറക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും സരയുടെ അഹങ്കാരത്തിന് നല്ലൊരു കുറവ് വരുന്നുണ്ട്. സരയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം അതിനുശേഷം വരുന്നതായി നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.